ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ടാണ്. എന്താണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് നിങ്ങൾക്കറിയോ? അത് രണ്ട് പേര് തമ്മിലുള്ള തർക്കമാണ്. രണ്ട് പേര് തമ്മിൽ വാക്തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. ഒരു വീട്ടിലെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുമല്ലേ. അതുണ്ടാവുമല്ലോ എന്തായാലും. കാരണം രണ്ട് ഇത് അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണല്ലേ ഒന്നിച്ച് വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ. അവർ വേറൊരു വീട്ടിൽ നിന്ന് വരുമ്പോൾ ആ സ്ത്രീകൾക്ക് ആ ഒരു വീടുമായിട്ട് പഴകി പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ അവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ പല തർക്കങ്ങളുണ്ടാവും. ആരോഗ്യകരമായിട്ടുള്ള പല തർക്കങ്ങൾ അത് സ്നേഹം കൂടുതലിനുള്ള ഇത് അതിലേക്ക് വഴിതെളിക്കുകയാണല്ലേ. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള വലിയ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ആ സമയത്ത് നമ്മൾ ആത്മസംയമനം കൈവരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഇമോഷൻസൊക്കെ അവിടെ കൺട്രോൾ ചെയ്യുക. അതായത് എല്ലാവരും ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക അല്ലേ. ആർക്കും വിഷമമാവുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കില്ല ആ സമയത്ത് വരുന്നത്. അത് നമ്മ കരുതിക്കുട്ടി പറയുന്നതായിരിക്കില്ല, നമ്മൾ ദേഷ്യം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെ പറഞ്ഞു കഴിഞ്ഞ വാക്കുകൾ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ദേഷ്യം വരുമ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കുക. രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോഴല്ലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. നമ്മൾ സംസാരിക്കാതിരിക്കുക. ദേഷ്യം വരുമ്പോൾ സംസാരിക്കാണ്ടിരുന്നിട്ട് ആ ദേഷ്യമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ സംസാരിക്കുക, അതിന് മറുപടി പറയുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ സംസാരത്തിലൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും. ആ സമയത്ത് സംസാരിക്കുന്നതും പിന്നെ ആ ദേഷ്യം മാറിയിട്ട് സംസാരിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു വീട്ടിലോ അല്ല ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ വല്ല സമൂഹത്തിൽ തന്നെ പബ്ലിക്കായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു റോൾ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുക എന്നുള്ളതാണല്ലേ. മീഡിയേറ്ററായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ പോയി കണ്ടിട്ട് അവരുടെ രണ്ടുപേരുടെയും പ്രോബ്ലംസ് എന്താണെന്നുള്ളത് ചോദിച്ചറിയുക. ആ പ്രോബ്ലംസ് അറിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല സൊല്യൂഷൻസ് കൊടുക്കുക. രണ്ടുപേരോടും ചോദിക്കുക, കാര്യങ്ങൾ ചോദിച്ചറിയുക. എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും കൺവിൻസ് ആവുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം. അങ്ങനെ ആകുമ്പോൾ അവിടെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവണം അല്ലേ. ആ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ആ ഒരു സമീപനം അല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയുമല്ലേ. അങ്ങനെ പലതരത്തിലുള്ള ഇതുകളും ഉണ്ടാവും. അപ്പോൾ ഒരു ഇമോഷണൽ ട്രിഗർ വരുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ഘടകങ്ങൾ കൊണ്ടും ഉണ്ടാവാനായിട്ടുണ്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ശീലിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോൾ ദേഷ്യം വരുമ്പോഴായാലും എപ്പോൾ തല്ലുപിടിക്കുമ്പോഴായാലും അത് ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.